ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസിനിതാ UDFന്റെ പരസ്യമായ ഓഫർ മാത്രമല്ല, ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത്. സീറ്റുകളുടെ കാര്യത്തിലും ഉദാരമായിരിക്കും UDF സമീപനമെന്നാണ് കൺവീനറുടെ വാക്കുകൾ നൽകുന്ന സൂചന. ജോസ് കെ മാണി ഏതായാലും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അത്രയും സീറ്റ് ഏതായാലും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സീറ്റുകൾ ഞങ്ങളോടൊപ്പം വന്നാൽ അപ്പം ഞങ്ങൾ ആലോചിക്കും. വന്നാൽ എവിടെ കൊടുക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ജോസ് കെ മാണി എൻ്റെ അഭിപ്രായത്തിൽ ഈ മുന്നണിയിൽ വരണം. അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കിട്ടണ്ടേ. അതല്ലാതെ കണ്ട് അവിടെ ഇവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ജോസ് കെ മാണി ഉൾപ്പെടെ, അതുകൂടാതെയും പറയാം, CPIയിലെ പല നേതാക്കന്മാരുമുണ്ട്, പലരുമുണ്ട്. അവരുമായിട്ടൊക്കെ അല്പസ്വല്പം ചർച്ചകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ ചർച്ചകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ച വഴികുട്ടി പോകും. അതുകൊണ്ട് ആ ചർച്ചകളൊന്നും എല്ലാം പറയാൻ പറ്റില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFൽ 2 കേരള കോൺഗ്രസുകൾ ഉണ്ടായിരുന്നു, മാണി വിഭാഗവും ജോസഫ് വിഭാഗവും. എന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലി 2 വിഭാഗങ്ങളും തമ്മിലുണ്ടായ തർക്കത്തിൽ UDF നേതൃത്വം ജോസഫിനൊപ്പം നിന്നു എന്നതായിരുന്നു ജോസ് കെ മാണിയുടെ പ്രധാന പരാതി. അങ്ങനെ ഉലഞ്ഞ ബന്ധം നന്നാവാൻ അടൂർ പ്രകാശിന്റെ ക്ഷണം മാത്രം മതിയാകുമോ?